മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയിൽ നിന്ന് റാണയുമായുള്ള പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിലെത്തും. റാണയെ പാർപ്പിക്കുക തീഹാർ ജയിലിൽ. രാജ്യങ്ങൾക്കുമേൽ തിരിച്ചടി തീരുവ മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് 90 ദിവസത്തേക്ക് തീരുവ 10%. ചൈനയ്ക്കുമേൽ 125% അധിക തീരുവയും ഏർപ്പെടുത്തി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന് അമേരിക്കൻ ഓഹരി വിപണി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 60ാം ദിവസത്തിൽ. ശനിയാഴ്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പൗരസംഗമം. സമരം തീരാതിരിക്കാൻ കാരണം ആശമാരെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവും തുടരുന്നു. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതി. 2.5 മാസം പ്രായമായ കുഞ്ഞിന് നിധി എന്ന് പേരിട്ടത് ആരോഗ്യമന്ത്രി. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് തോൽവി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജയം 58 റൺസിന്. ഇന്ന് ഡൽഹി ബംഗളൂരു പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരു.